നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ആനിമേഷൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആഫ്റ്റർ എഫക്ട്സിൽ ക്രിയേറ്റ് ചെയ്തതാണ് യൂസിങ് ഓൺലി വൺ പ്ലഗിൻ. സോ വാട്ട് ആർ പ്ലഗിൻസ്? എന്താണ് പ്ലഗിൻസ്? നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ സ്പെസിഫിക് ആയിട്ടൊരു ഫംഗ്ഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചറിനെ എൻഹാൻസ് ചെയ്യാനോ നമ്മൾ യൂസ് ചെയ്യുന്ന തേർഡ് പാർട്ടി പ്രോഗ്രാംസ് ആണ് പ്ലഗിൻസ്. ആൻഡ് ഈ വീഡിയോയിൽ ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 10 പ്ലഗിൻസ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് എഫക്ട്സ് കൺസോൾ. നിങ്ങൾ ആഫ്റ്റർ എഫക്ട്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്ലഗിനാണ് എഫക്ട്സ് കൺസോൾ. നമുക്കിത് വീഡിയോ കോപ്പൈലറ്റിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇതുപോലൊരു ഇൻസ്റ്റാളേഷൻ ഫയൽ കിട്ടും. ആൻഡ് ഏതൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നമ്മൾ നോർമലി ഒരു വീഡിയോയിലേക്ക് എഫക്ട്സ് ആഡ് ചെയ്യുന്നത് ഇവിടെ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ വന്നിട്ട് സെർച്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഗോഷ്യൻ ബ്ലർ സെർച്ച് ചെയ്യുവാണ്. എന്നിട്ട് വീഡിയോയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമുക്ക് ടിൻറ്റൂടെ സെർച്ച് ചെയ്യാം. ഞാൻ ഇവിടെ ടിൻറ്റ് സെർച്ച് ചെയ്യുവാണ്. എന്നിട്ട് ലെയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇങ്ങനെയാണ് നമ്മളൊരു എഫക്ട്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഈ ഒരു പ്രോസസ്സ് ഈസി ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എഫക്ട്സ് കൺസോൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ എഫക്ട്സ് എല്ലാം ഡിലീറ്റ് ചെയ്യുവാണ്. ദെൻ ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് കൺട്രോളും സ്പേസും പ്രസ് ചെയ്യുക. സോ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. എന്നിട്ട് നമുക്ക് ഏത് എഫക്ട്സ് ആണോ ആഡ് ചെയ്യേണ്ടത് അത് ഇവിടെ സെർച്ച് ചെയ്യുക. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. എഫക്റ്റ് ലെയറിൽ അപ്ലൈ ആയിക്കോളും. ഇനി ടിൻറ്റ് ആഡ് ചെയ്യാൻ വേണ്ടി കൺട്രോളും സ്പേസും പ്രസ് ചെയ്യുക. എന്നിട്ട് ടിൻറ്റ് സെർച്ച് ചെയ്യാം. ദെൻ എൻ്റർ പ്രസ് ചെയ്താൽ മതി. ലെയറിൽ എഫക്റ്റ് അപ്ലൈ ആയിക്കോളും. ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് എഫക്ട്സ് വീഡിയോയിൽ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും യൂസിങ് എഫക്ട്സ് കൺസോൾ. ആൻഡ് ഇങ്ങനെ എഫക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, സ്നാപ്ഷോട്ട് എടുക്കാനും അതുപോലെ എഫക്ട്സ് സേവ് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനൊക്കെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന പേജിൽ കൊടുത്തിട്ടുണ്ട്. സോ അതും കൂടെ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് രണ്ടാമത്തെ ഫ്രീ പ്ലഗിനാണ് ഗോഡ്രേസ്. നമുക്ക് ഗോഡ്രേസ് ആഫ്റ്റർ എഫക്ട്സിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഒന്നിൽ കൂടുതൽ എഫക്ട്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ പ്ലഗിൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗോഡ്രേസ് വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഇവിടെ ലെയർ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് അതിലേക്ക് ഗോഡ്രേസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇൻസ്റ്റൻ്റ് ആയിട്ട് വീഡിയോയിൽ ഗോഡ്രേസ് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ പൊസിഷൻ സൺറൈസിൻ്റെ അവിടെ കൊണ്ട് വെക്കുവാണ്. ദെൻ ഇവിടെ നമ്മൾ എഫക്റ്റ് കൺട്രോൾസിൽ വരുവാണെങ്കിൽ ഗോഡ്രേസ് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മോഡ് വേണമെങ്കിൽ സ്പിൻ ആക്കാം. ഞാൻ ഇവിടെ സൂം തന്നെ സെലക്ട് ചെയ്യുവാണ്. ദെൻ ഇൻപുട്ട് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ത്രെഷോൾഡ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. കണ്ടോ, സ്മൂത്ത് ചെയ്യാം. ദെൻ സ്റ്റൈൽ ഓപ്ഷനിൽ നമുക്ക് ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ എക്സ്പോഷർ ആൻഡ് ഡീക്കേയും കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് ക്രോമാറ്റിക് അബ്രേഷൻ ഉണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ക്രോമാറ്റിക് അബ്രേഷൻ്റെ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ആൻഡ് പ്ലഗിൻ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രൊഡക്ഷൻ ക്രിയേറ്റിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. ദെൻ ഇവിടെ നമുക്ക് ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുക. ആൻഡ് സെലക്ട് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് വരും. ദെൻ ഇവിടെ വന്നിട്ട് ഡൊണേറ്റ് $15 വേണമെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. ഇവിടെ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഗോഡ്രേസ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഫോൾഡർ കിട്ടും. ഇവിടെ നമുക്ക് വിൻഡോസിന് വേണമെങ്കിൽ വിൻഡോസിന്, മാക്കിന് വേണമെങ്കിൽ മാക്കിൻ്റെ ഓപ്പൺ ചെയ്യാം. ഞാൻ വിൻഡോസ് ഓപ്പൺ ചെയ്യുവാണ്. ദെൻ പ്രീസെറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് കോപ്പി ചെയ്യുക. ദെൻ ഇവിടെ നമ്മൾ സി ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്രോഗ്രാം ഫയൽസ്, ഇവിടെ അഡോബ് ഓപ്പൺ ചെയ്യുക. ദെൻ ആഫ്റ്റർ എഫക്ട്സ്, എന്നിട്ട് സപ്പോർട്ടിംഗ് ഫയൽസ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് പ്ലഗിൻസ് ഓപ്പൺ ചെയ്യാം. ആൻഡ് പേസ്റ്റ് ചെയ്താൽ മതി. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യുന്നില്ല. ആൻഡ് അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ORB പ്ലഗിനാണ്. ആൻഡ് ഈ ഒരു പ്ലഗിൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യം നിങ്ങളെ കാണിച്ച ആനിമേഷൻ ക്രിയേറ്റ് ചെയ്തത്. സോ ഞാൻ ഇവിടെ പുതിയൊരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്. Ctrl+Y, എന്നിട്ട് ഓക്കെ കൊടുക്കാം. ദെൻ ഈ ലെയറിലേക്ക് ഞാൻ ORB പ്ലഗിൻ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. സോ ഇവിടെ നമുക്കൊരു സ്പിയർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പുതിയൊരു ക്യാമറ ക്രിയേറ്റ് ചെയ്യുവാണ്. Ctrl+Alt+Shift+C, ദെൻ ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഒരു ലൈറ്റ് കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. Ctrl+Alt+Shift+L, ദെൻ ഓക്കെ പ്രസ് ചെയ്യാം. സോ ഇവിടെ ഒരു ലൈറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇവിടെ സ്പിയർ ലൈറ്റായിട്ട് ഇൻട്രാക്ട് ചെയ്തോളും. ആൻഡ് ഓൾസോ നമുക്ക് 3D സ്പേസിൽ കൺട്രോൾ ചെയ്യാനും പറ്റും. ഞാൻ ഈ ലൈറ്റ് ഈ ഒരു പൊസിഷനിലേക്ക് മാറ്റുവാണ്. ഓക്കെ. ദെൻ നമുക്ക് ക്യാമറ ടൂൾസ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഈ പ്ലഗിൻ്റെ ഒരു ഇൻ ഡീറ്റെയിൽ വീഡിയോ കോപ്പൈലറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ആൻഡ് ഇതാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത ആനിമേഷൻ. സിമ്പിളായിട്ട് നമുക്ക് എർത്ത് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള ആനിമേഷൻ. ആൻഡ് ഓൾസോ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. സോ ഉറപ്പായിട്ട് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ എഫക്ട്സ് കൺസോൾ ഇൻസ്റ്റാൾ ചെയ്ത് ആ ഒരു സെയിം പ്രോസസ്സിൽ നമുക്ക് ORB പ്ലഗിനും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആൻഡ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ലൈറ്റ് വാപ്പ് ആണ്. ഇവിടെ ഞാൻ ഒരു ക്യാറ്റിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. ആൻഡ് ബാക്ക്ഗ്രൗണ്ടിൽ വേറൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ക്യാറ്റിൻ്റെ വീഡിയോ ആക്ച്വലി ഒരു ഗ്രീൻ സ്ക്രീൻ ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം, ഞാൻ ഇവിടെ കീ ലൈറ്റ് യൂസ് ചെയ്തിട്ട് റിമൂവ് ചെയ്തതാണ്. ആൻഡ് വീഡിയോയിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാവും, ബാക്ക്ഗ്രൗണ്ട് വീഡിയോയിൽ നല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഈ ക്യാറ്റിൽ ആ ലൈറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ നമുക്ക് ലൈറ്റ് വാപ്പ് യൂസ് ചെയ്തിട്ട് ക്യാറ്റിൻ്റെ ബോഡിയിൽ റിം ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നാച്ചുറലായിട്ട് ഒരു ലൈറ്റ് അടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ സൈഡിലൊക്കെ ലൈറ്റ് വരും. ആൻഡ് അത് മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടാണ്. പക്ഷേ നമുക്ക് ലൈറ്റ് വാപ്പ് യൂസ് ചെയ്തിട്ട് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഞാൻ ഇവിടെ ക്യാറ്റ് ലെയർ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് അതിലേക്ക് ലൈറ്റ് വാപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ എഫക്റ്റ് കൺട്രോൾസിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ് വാപ്പ് വന്നിട്ടുണ്ട്.
ആൻഡ് ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലെയർ സെലക്ട് ചെയ്ത് കൊടുക്കണം. സോ ഞാൻ ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ലെയറിൽ വന്നിട്ട് നണ്ണ് മാറ്റിയിട്ട് നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് നമ്മൾ വീഡിയോയിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാവും ക്യാറ്റിൻ്റെ എഡ്ജസിൽ ആ ഒരു ലൈറ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ലൈറ്റ് വാപ്പിൻ്റെ ബാക്കി സെറ്റിങ്സും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ലൈറ്റ് വാപ്പ് നിങ്ങൾ ഗോഡ്രേജ് ഇൻസ്റ്റാൾ ചെയ്ത പോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആൻഡ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഡീകമ്പോസ് ടെസ്റ്റ് ആണ്. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ടെക്സ്റ്റിലെ ഓരോ ലെറ്റേഴ്സും സെപ്പറേറ്റ് ലെയേഴ്സിലാക്കണം. സോ എനിക്ക് ഓരോ ലെറ്റേഴ്സും സെപ്പറേറ്റ് ആയിട്ട് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇത് ഞാൻ മാനുവലായിട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. ആൻഡ് നമുക്കിത് ഈസി ആയിട്ട് ഡീകമ്പോസ് ടെസ്റ്റ് യൂസ് ചെയ്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇത് ആക്ച്വലി ഒരു സ്ക്രിപ്റ്റ് ആണ്. നിങ്ങൾക്ക് സ്ക്രിപ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഇവിടെ നിങ്ങൾ വന്നിട്ട് 0 കൊടുത്താൽ മതി, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് ആഡ് ടു കാർട്ട് കൊടുത്തിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു JSX ഫയലായിട്ടായിരിക്കും കിട്ടുന്നത്, അതായത് സ്ക്രിപ്റ്റ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. ആൻഡ് അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ആഫ്റ്റർ എഫക്ട്സിൽ ഫയൽ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് ഇൻസ്റ്റാൾ സ്ക്രിപ്റ്റ് ഫയൽ ഓപ്ഷൻ കാണും, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഞാൻ ഇവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ക്യാൻസൽ കൊടുക്കുവാണ്. ഇനി ഇത് റൺ ചെയ്യാൻ വേണ്ടി ലെയർ സെലക്ട് ചെയ്യുക, ദെൻ ഫയൽ, ദെൻ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുക. ആൻഡ് ഇവിടെ നമ്മൾ ഡീകമ്പോസ് ടെസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. നമുക്ക് ക്യാരക്ടേഴ്സ് ആയിട്ടും വേർഡ്സ് ആയിട്ടും ലൈൻസ് ആയിട്ടും നമുക്ക് ഡീകമ്പോസ് ചെയ്യാം. ഞാനിവിടെ ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് ഡീകമ്പോസ് കൊടുക്കാം. ആൻഡ് ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഇത് ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഇവിടെ ലെയേഴ്സ് എല്ലാം ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. സോ ഏതെങ്കിലും ഒരു ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് Ctrl+A പ്രസ് ചെയ്യുക. ഇനി U പ്രസ് ചെയ്താൽ മതി. നമുക്കിവിടെ എല്ലാ ലെയേഴ്സും കാണാം. ആൻഡ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഓരോ ലെറ്റേഴ്സും സെപ്പറേറ്റ് ലെയേഴ്സിലായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് അടുത്തായിട്ട് ഞാൻ പറയാൻ പോകുന്ന പ്ലഗിൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, സൈബർ പ്ലഗിൻ. ഞാൻ ഇവിടെ പുതിയൊരു സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുവാണ്, Ctrl+Y. എന്നിട്ട് ഇതിലേക്ക് സൈബർ ആഡ് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇവിടെ നമുക്കൊരു ലൈറ്റ് സൈബർ വന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള പ്രീസെറ്റ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഈ സൈബർ നമുക്ക് ടെക്സ്റ്റ് അല്ലെങ്കിൽ മാസ്കിലോട്ടൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ഇവിടെ കുറേ കൺട്രോൾസ് ഉണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. ആൻഡ് ഇവിടെ ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. വീഡിയോയിൽ ഞാൻ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് സൈബർ ആഡ് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ ഉള്ള ബാക്കി സെറ്റിങ്സ് ഒന്നും ഞാൻ മാറ്റുന്നില്ല. ഇതിനിവിടെ ഞാൻ കസ്റ്റമൈസ് കോർ ഓപ്പൺ ചെയ്യുവാണ്. ഇവിടെ ഞാൻ കോർ ടൈപ്പ് സൈബർ മാറ്റിയിട്ട് ലെയർ മാസ്ക് സെലക്ട് ചെയ്യുവാണ്. ഇതിനിവിടെ നമുക്ക് റെൻഡർ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് കോമ്പോസിറ്റ് സെറ്റിങ്സ് ബ്ലാക്ക് മാറ്റിയിട്ട് ആഡ് കൊടുക്കുവാണ്. സോ നമ്മുടെ വീഡിയോയിൽ മാസ്കിനനുസരിച്ച് സൈബർ വന്നിട്ടുണ്ട്. ആൻഡ് ഈ സൈബർ നമുക്ക് വേണ്ട രീതിയിൽ ആനിമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, കാർഡ് ഇവിടെ കൊടുത്തേക്കാം. ആൻഡ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മോഷൻ ടൂൾസ് പ്രോ. ഇത് ആക്ച്വലി നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഫംഗ്ഷൻസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഒരു പ്ലഗിനാണ്. സോ നമുക്ക് ഈസി ആയിട്ട് ഇതെല്ലാം ആക്സസ് ചെയ്യാനും നമ്മുടെ വർക്ക് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ആൻഡ് ഇത് നമുക്ക് മോഷൻ ഡിസൈൻ സ്കൂളിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പോഴത്തേനും ഒരു CSP ഫയലായിരിക്കും കിട്ടുന്നത്. ആൻഡ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ CSP ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യണം. ദെൻ ഫയലിലേക്ക് വരിക. എന്നിട്ട് ഓപ്പൺ കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ CSP ഫയൽ ഓപ്പൺ ചെയ്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യുവാണ്. ആൻഡ് ഈ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ ഇൻസ്റ്റാളേഷൻ ഗൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ആൻഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ വിൻഡോസ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എക്സ്റ്റൻഷൻസിൽ നമുക്കിവിടെ മോഷൻ ടൂൾസ് പാനൽ കാണാം. ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുവാണ്. ആൻഡ് ഇതാണ് മോഷൻ പ്രോ ടൂൾസിൻ്റെ ഇൻ്റർഫേസ്. കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നില്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ വെബ്സൈറ്റിൽ നോക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ നമുക്ക് യൂട്യൂബിലും കുറേ വീഡിയോസ് ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ലെയറിൻ്റെ ആങ്കർ പോയിന്റ് ഇതുപോലെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സെൻറ്ററിലും റൈറ്റിലും ലെഫ്റ്റിലും ടോപ്പിലും ഒക്കെ ആയിട്ട്. ആൻഡ് ഓൾസോ നള്ള് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നള്ള ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഈസി ആയിട്ട് നള്ള ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് നമുക്ക് ലെയേഴ്സ് സ്റ്റാഗർ ചെയ്യുകയാണെങ്കിൽ ലെയേഴ്സ് എല്ലാം സെലക്ട് ചെയ്യുക. ദെൻ ഇതുപോലെ ഈസി ആയിട്ട് സ്റ്റാഗർ ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, അതുപോലെ റാൻഡം ആയിട്ട് അറേഞ്ച് ചെയ്യാം. ദെൻ ഒരുമിച്ചാക്കണമെങ്കിൽ ഇവിടെ ഒരുമിച്ചാക്കാനും പറ്റും. ആൻഡ് ഇതുപോലെ നമുക്ക് കുറേ ഫംഗ്ഷൻസ് ഉണ്ട്. എല്ലാം നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ആൻഡ് അടുത്തായിട്ട് നമുക്ക് ഫ്രീ ഗ്രേഡിയൻറ്റ് നോക്കാം. നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ഗ്രേഡിയൻറ്റ് ടൂൾ ഉണ്ട്, പക്ഷേ ഇതിൻ്റെ കൺട്രോൾസും കാര്യങ്ങളെല്ലാം കുറവാണ്. സോ നമുക്ക് ഫ്രീ ഗ്രേഡിയൻറ്റ് പ്ലഗിൻ യൂസ് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഇവിടെ ഗ്രേഡിയൻറ്റ് റാമ്പ് ഡിലീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ലെയറിലേക്ക് ഫ്രീ ഗ്രേഡിയൻറ്റ് ആഡ് ചെയ്യാം. ആൻഡ് നമുക്കിവിടെ കുറേ കൺട്രോൾസ് ഉണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ ഗ്രേഡിയൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഇത് നമ്മൾ ഗോഡ്രേജ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത സെയിം പ്രോസസ്സിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ആൻഡ് അടുത്തായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ക്വിക്ക് ക്രോമാറ്റിക് അബ്രേഷൻ ആണ്. നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ഇൻബിൽട്ട് ആയിട്ട് VR ക്രോമാറ്റിക് അബ്രേഷൻ ഉണ്ട്. ബട്ട് അതിനേക്കാളും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് ക്വിക്ക് ക്രോമാറ്റിക് അബ്രേഷൻ ആണ്. ഞാൻ ഇവിടെ VR ക്രോമാറ്റിക് അബ്രേഷൻ ഡിലീറ്റ് ചെയ്യുവാണ്. എന്നിട്ട് ലെയറിലേക്ക് ക്വിക്ക് ക്രോമാറ്റിക് അബ്രേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ ക്രോമാറ്റിക് അബ്രേഷൻ വന്നിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതുപോലെ ഞാൻ ടെക്സ്റ്റ് യൂസ് ചെയ്യുമ്പോഴും എൻ്റെ ചില വീഡിയോസിലൊക്കെ ഞാൻ ക്രോമാറ്റിക് അബ്രേഷൻ യൂസ് ചെയ്യാറുണ്ട്. ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് നമ്മുടെ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഞാൻ നോർമലി യൂസ് ചെയ്യാറുള്ള സ്കെയിൽ വാല്യൂ 100.5 ആണ്. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ അറിയാം നമ്മുടെ ടെക്സ്റ്റിൽ ഒരു സിമ്പിൾ ക്രോമാറ്റിക് അബ്രേഷൻ വന്നിട്ടുണ്ട്. ഹിയർസ് ദ ബിഫോർ ആൻഡ് ഹിയർസ് ദ ആഫ്റ്റർ. ആൻഡ് ഓൾസോ നമുക്ക് വീഡിയോസിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ക്വിക്ക് ക്രോമാറ്റിക് അബ്രേഷൻ ആഡ് ചെയ്യുവാണ്.
ദെൻ ഇവിടെ നമുക്ക് സ്കെയിൽ വാല്യൂ 100.5 കൊടുക്കാം. ഓക്കെ, ആൻഡ് സൂം ചെയ്യുവാണെങ്കിൽ വീഡിയോയിൽ ഒരു നൈസായിട്ട് ക്രോമാറ്റിക് ആബ്രേഷൻ വന്നിട്ടുണ്ട്. കണ്ടോ? ഹിയർസ് ദ ബിഫോർ ആൻഡ് ഹിയർസ് ദ ആഫ്റ്റർ. സിമ്പിളായിട്ട് ഒരു ക്രോമാറ്റിക് ആബ്രേഷൻ. ആൻഡ് ഓൾസോ നമുക്ക് PNG ഇമേജിലും യൂസ് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു PNG എടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്വിക്ക് ക്രോമാറ്റിക് ആബ്രേഷൻ ആഡ് ചെയ്യുവാണ്. ഓക്കെ, ആൻഡ് ഇവിടെ സൂം ചെയ്ത് നോക്കുവാണെങ്കിൽ സിമ്പിൾ ഒരു ക്രോമാറ്റിക് ആബ്രേഷൻ വന്നിട്ടുണ്ട്. 100.5 കൊടുക്കാം. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. സോ നമ്മുടെ വീഡിയോസിന് ഒരു സ്റ്റൈലിഷ് ലുക്ക് കിട്ടും. ആൻഡ് ലാസ്റ്റ് പ്ലഗിനാണ് ഹോളോഗ്രാം. ഇത് ആക്ച്വലി ഒരു സ്ക്രിപ്റ്റ് ആണ്. നമ്മൾ ഡീകമ്പോസ് ടെസ്റ്റ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത പോലെ നമുക്ക് സ്ക്രിപ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഫയലിലേക്ക് പോയിട്ട് ഞാൻ ഇവിടെ സ്ക്രിപ്റ്റിൽ ഹോളോഗ്രാം സെലക്ട് ചെയ്യുവാണ്. ഓക്കെ, ഇതാണ് വിൻഡോ. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഹോളോഗ്രാം സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ ബേസിക് തന്നെ സെലക്ട് ചെയ്യുവാണ്. എന്നിട്ട് പ്ലസ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് പ്ലസ് സെലക്ട് ചെയ്യുക. ആൻഡ് സ്ക്രിപ്റ്റ് ലെയറിൽ അപ്ലൈ ആയിക്കോളും. ഇനി ഈ വിൻഡോ ക്ലോസ് ചെയ്യുവാണ്. ആൻഡ് ഇവിടെ നമ്മൾ എഫക്റ്റ് കൺട്രോൾസിലേക്ക് വരുവാണെങ്കിൽ കുറേ സെറ്റിങ്സ് കാണാം. ഈ സെറ്റിങ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ ഹോളോഗ്രാംസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ആൻഡ് ഞാനിവിടെ പറഞ്ഞ 10 പ്ലഗിൻസും കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ സ്പെഷ്യലായിട്ടൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ പ്രീമിയർ പ്രോ മാസ്റ്റർ കോഴ്സ് ഈ 27th ലോഞ്ച് ചെയ്യും. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓർ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.